കാമിലായ വുളു എടുത്ത് നല്ല വസ്ത്രം ധരിച്ച് ഖളാഉൽ ഹാജത്തിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് വളരെ ആത്മാർത്ഥമായി ഏകാന്തമായ ഒരു റൂമിലിരുന്ന് 6666 തവണ വളരെ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ഈ ഇസ്മ ചൊല്ലിയിട്ട് അള്ളാഹിനോട് ചോദിക്കുന്ന എന്തും പൂർത്തീകരിക്കപ്പെടുമെന്ന് സ്വാലിഹീങ്ങൾ പറയുന്നുണ്ട്. പവിത്രമേറിയ അസ്മാഉൽ ഹുസ്നയിലെ ആ ഇസ്മിനെ കുറിച്ചും ഈ ഇസ്മ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ചില വിഷയങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പലപ്പോഴും പലരും പറയുന്നതാണ്, ആരും എന്നെ പരിഗണിക്കുന്നില്ല, ആരും എന്നെ മൈൻഡ് ചെയ്യുന്നു പോലും ഇല്ല, ഒരു കാലത്ത് എന്നോടൊപ്പം ചേർന്ന് നടന്നിരുന്നവർ വരെ എന്നോട് ഇപ്പോൾ വെറുപ്പാണ്, എന്തോ ഒരു അവഗണനയോടുകൂടെയാണ് ഞാൻ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരു നിരാശയോടുകൂടെ സംസാരിക്കുന്നവരുണ്ട്. അത്തരം ആളുകൾക്കൊക്കെ ഈ ഇസ്മ ചൊല്ലുകയാണെങ്കിൽ ആരാലും പരിഗണിക്കപ്പെടുന്ന, ആരാലും സ്നേഹം ലഭിക്കുന്ന നല്ല രൂപത്തിലേക്ക് ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള വഴികൾ അവൻ്റെ മുമ്പിൽ റബ്ബ് സുബ്ഹാനഹു വ തആല തുറന്നു കൊടുക്കുന്നുള്ളതാണ്. ഒരാളെ മുമ്പിലും കൈ നീട്ടേണ്ടി വരില്ല, ഒരാളെ മുമ്പിലും യാചിക്കേണ്ടി വരില്ല. അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിക്കാൻ കാരണമാകും ഈ ഇസ്മ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുകയാണെങ്കിൽ. ഈ ഇസ്മിന്റെ അർത്ഥവും ആശയവും അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ഇസ്മുകൾ അത് വളരെ പവിത്രമേറിയതാണ്. നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ പലപ്പോഴും എല്ലാ പ്രഭാതത്തിലും ചൊല്ലിയിട്ട് നീയത്ത് വെച്ച് ചൊല്ലി അള്ളാഹിനോട് ദുആ ചെയ്യുന്നതാണ്. ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹലാലായ നീയത്തുകളൊക്കെ പൂർത്തീകരിച്ചു തരട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് പറയേണ്ടി വരുന്നത്. നമ്മളിതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അതൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ അസ്മാഉൽ ഹുസ്നയെ കുറിച്ച് പല സന്ദർഭങ്ങളിലും പല സമയങ്ങളിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുന്ന അത്ഭുതകരമായ പവിത്രമേറിയ അള്ളാഹുവിൻ്റെ 99 നാമങ്ങൾ. എത്രയോ മഹാന്മാർ അതിനെക്കുറിച്ച് കളഞ്ഞുപോയ വസ്തു തിരിച്ചു ലഭിക്കാൻ, നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ, രോഗങ്ങൾ മാറാനൊക്കെ പല ഇസ്മുകൾ നിർദ്ദേശിക്കാറുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഇസ്മ അൽ അസീസ്. അൽ അസീസ് അസീസ് അൽ അസീസ് എന്ന് പറയുന്ന ഇസ്മാണ്, ഐനാണ്. അൽ അസീസ് മഹാപ്രതാപി, അജയ്യൻ എന്നൊക്കെയാണ് ഈ പദത്തിൻ്റെ അർത്ഥം. വളരെ ഗൗരവമേറിയത്, പ്രാപിക്കാൻ സാധിക്കാത്തത്, ഏവർക്കും അത്യാവശ്യമായത് എന്നീ 3 വിശേഷ ഗുണങ്ങളുള്ളതിന് മാത്രമേ അസീസ് എന്ന് ഉപയോഗിക്കാവൂ. അല്ലാത്തവർക്കൊന്നും ഈ നാമം ഉപയോഗിക്കാവതല്ല. അപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ ആ ഒരു വിശേഷണത്തിനെ കുറിച്ച് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുമ്പോഴാണ്, ഇപ്പം നമുക്ക് ഒരിക്കലും നേടിയെടുക്കാൻ കഴിയാത്ത പല കാര്യങ്ങളുമുണ്ട്. അതൊക്കെ നേടിയെടുക്കാൻ ഈ ഇസ്മ കൊണ്ട് സാധിക്കും, ഈ ഇസ്മ കൊണ്ട് ദുആ ചെയ്താൽ സാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കാൻ അതിൻ്റെ ചെറിയ രൂപത്തിലുള്ള ആശയവും അർത്ഥമൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്സത്ത് എന്ന ആ പദത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ അസീസ് എന്നുള്ള ഈ പദം ഉത്ഭവിക്കുന്നത് തന്നെ. ഇസ്സത്ത്, അസീസ്, കണ്ട. അപ്പോൾ മഹത്വം, ശക്തി, അന്തസ്, ബഹുമതി എന്നീ ആശയങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വാക്കാണ്, ശബ്ദമാണ് യഥാർത്ഥത്തിൽ ഇസ്സത്ത് എന്ന് പറയുന്നത്. ഇത് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെയും പിശാചിൻ്റെ ദുർബോധനകളെയും അടിച്ചമർത്തുകയും തങ്ങളുടെ ആവശ്യങ്ങൾ സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ സമക്ഷത്തിൽ മാത്രം സമർപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഓരോ ഇസ്മും നമ്മോട് ആവശ്യപ്പെടുന്നത് ആ ഇസ്മുകളെ ചർച്ച ചെയ്യുന്ന സമയത്ത് മഹത്തുക്കൾ വിശദീകരിക്കാറുണ്ട്. അതുപോലെ ഈ ഇസ്മ നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ, അത്യാഗ്രഹങ്ങളിലേക്ക് എത്താതെ, പിശാചിൻ്റെ ദുർബോധനകൾക്ക് വഴിപ്പെടാതെ നമ്മുടെ ശരീരത്തിനെ, നമ്മുടെ നഫ്സിനെ നിയന്ത്രിച്ച് അള്ളാഹ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തിനെ ക്രമപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ ഇസ്മ പതിവായിട്ട് ആത്മാർത്ഥമായിട്ട് ആരെങ്കിലും ചൊല്ലുകയാണെങ്കിൽ അള്ളാഹു അവനെ പ്രതാപിയാക്കി മാറ്റും. സുബഹി നിസ്കാരത്തിന് ശേഷം 401 പ്രാവശ്യം ഇതിനെ ഉരുവിടലിനെ പതിവാക്കിയാൽ അയാളുടെ ഏത് ആഗ്രഹങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി കൊടുക്കുകയും അവൻ്റെ അനുഗ്രഹങ്ങൾ, അവന് ലഭിക്കാനിരിക്കുന്ന നിഅമത്തുകളൊക്കെ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. 658 പ്രാവശ്യം ഇതിനെ പതിവായി ചൊല്ലിയാൽ
ഒരിക്കലും അവൻ ഒരാളെ മുമ്പിലും അപമാനിതനാവുകയില്ല. ചില ആളുകളൊക്കെ പലപ്പോഴും എന്നെ മറ്റുള്ളവർ വഷളാക്കുന്നു. ചിലപ്പോൾ ചില ആളുകൾ എന്തെങ്കിലും കേസുകളിൽ അകപ്പെട്ടിട്ടുണ്ടാവും, തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവും, മനുഷ്യ സഹജമായ തെറ്റ്. അത്തരം തെറ്റുകളാകുമ്പോൾ ഇത് പിടിക്കപ്പെടുമോ, ഞാൻ അപമാനിതനാകുമോ, ഞാൻ മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് ആകെ വഷളാവുമോ എന്നുള്ളൊക്കെ ഒരു എന്താ ആവലാതിയിലൂടെ കടന്നു പോകുന്നവരൊക്കെ ഉണ്ടാകും, ടെൻഷനിലൂടെ. അത്തരം ആളുകൾക്കൊക്കെ ഇസ്മ 658 തവണ പതിവാക്കിയാൽ വലിയ ഫലം ലഭിക്കും. ഒരാളെ മുമ്പിലും അപമാനിതനാകേണ്ട അവസരമുണ്ടാകൂല. ഇതിനെ പതിവായി ചൊല്ലിക്കൊണ്ടിരിക്കുന്നയാൾ മാനസികമായി തളർന്നവനാണെങ്കിൽ, ദുർബലനാണെങ്കിൽ അവൻ പ്രബലനാകും, നന്ദിനാണെങ്കിൽ അവൻ വന്യനാകും, ഭയന്നവർ നിർഭയരാകും, അധികാരിവർഗത്തിൽ നിന്ന് ഒരു ദ്രോഹവും ഏൽക്കേണ്ടി വരൂല, കാണുന്നവരെല്ലാം അയാളെ ബഹുമാനിക്കും, ആദരിക്കും, ഭൗതികവും പാരത്രികവുമായ സൗഭാഗ്യങ്ങൾ അവനിലേക്ക് വന്നു ചേരാൻ ഇസ്മ കാരണമാകും. എല്ലാം ഇസ്സത്ത്, നല്ല ഇസ്സത്തോടുകൂടെ, നല്ല അന്തസ്സോടുകൂടെ, അഭിമാനത്തോടുകൂടെ ജീവിക്കാനുള്ള വഴികൾ അള്ളാഹു അവൻ്റെ മുമ്പിൽ തുറന്നു കൊടുക്കും. വുളു എടുത്ത് കാമിലായ വുളുവോടുകൂടെ നല്ല വസ്ത്രമണിഞ്ഞ് സുഗന്ധം പൂശിയിട്ട് നല്ല രൂപത്തിൽ ഖിബിലക്ക് അഭിമുഖമായിരുന്ന ഖളാഉൽ ഹാജത്തിൻ്റെ നിസ്കാരവും നിസ്കരിച്ച് കണ്ണടച്ച് ഏകാന്തമായി അള്ളാഹുവിനോട് അവൻ്റെ മുമ്പിൽ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇറക്കി വെച്ച് 6666 തവണ ഇത് ചൊല്ലുകയാണെങ്കിൽ അതിനുശേഷം അവൻ ചോദിക്കുന്ന ഏതാഗ്രഹങ്ങളും പൂർത്തീകരിച്ച് കിട്ടും. ഒരു ശത്രുവിൻ്റെയും ഉപദ്രവമോ ദ്രോഹമോ അവനെ ഏൽക്കേണ്ടി വരില്ല. എല്ലാ ആഗ്രഹങ്ങളും സഫലമാകും. അവൻ്റെ റിസ്ഖ് വിശാലമായി കിട്ടും. അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിക്കാനുള്ള വഴികൾ അവൻ്റെ മുമ്പിൽ തുറന്നു കിട്ടും എന്നുള്ളതാണ്. ആധ്യാത്മവൃത്തത്തിലെ, ആധ്യാത്മിക ലോകത്തിലെ സൂഫി ചക്രവാളങ്ങളിലെ നുഖബാക്കളുടെ ദിക്റാണിത്. ഇത് നല്ല ചിട്ടയിൽ, ഇസ്ലാമിക ചിട്ടയിൽ ജീവിക്കുന്ന ആളുകളൊക്കെ ചൊല്ലിയാൽ അയാൾക്ക് പറയാൻ സാധിക്കാത്ത അത്രയും ഗുണങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുമെന്നുള്ളതാണ്. ഇതിൻ്റെ പൊരുൾ മനസ്സിലാക്കിയവനെ ജഗന്നിയന്താവായ അള്ളാഹു അവൻ്റെ പ്രതാപത്തിൻ്റെ പൊരുൾ കൊണ്ട് പരോക്ഷമായി അലങ്കരിക്കും. അബ്ദുൽ അസീസ് എന്നു പേരുള്ള ആളുകൾക്ക് ഇത് കൂടുതൽ ഫലപ്രദമാണ്. അക്രമികള്, നമ്മുടെ ശത്രുക്കള്, അവരൊക്കെ നമ്മെ ജയിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ, നമ്മെ പരാജയപ്പെടുത്താൻ വേണ്ടി നിൽക്കുമ്പോൾ, നമ്മെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ, അവരോട് എതിർത്ത് നമുക്ക് ജയിക്കണം എന്നുണ്ടെങ്കിൽ, അള്ളാഹിൻ്റെ ഒരു കരുണാകടാക്ഷം പ്രത്യേകമായിട്ട് ആ വിഷയത്തിൽ നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ, യാ അസീസു മിൻ കുല്ലി അസീസിൻ ബിഹഖി യാ അസീസ് എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ മതി. അള്ളാഹുവിൻ്റെ ഇതിനുകൊണ്ട് അവർ തീർച്ചയായിട്ടും ആ ഒരു വിഷയത്തിൽ വലിയ വിജയം കിട്ടും. എങ്ങനെ ചൊല്ലേണ്ടത്? യാ അസീസു മിൻ കുല്ലി അസീസിൻ ബിഹഖി യാ അസീസ്, യാ അസീസു മിൻ കുല്ലി അസീസിൻ ബിഹഖി യാ അസീസ്. ഞാനത് എഴുതിയിട്ടില്ല, അതുകൊണ്ട് കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇൻഷാ അല്ലാഹ്. യാ അസീസു മിൻ കുല്ലി അസീസിൻ ബിഹഖി യാ അസീസ്. അസീസ് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ നമുക്കറിയാം, പ്രതാപം എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഇസ്മ ധാരാളമായി വിളിക്കുക, ധാരാളമായി ചൊല്ലിക്കൊണ്ടിരിക്കുക അള്ളാഹുവോട് അടുക്കാൻ കാരണമാകും. അത് കാരണത്താൽ ഇസ്സത്ത് വരും, പ്രതാപം വരും, അള്ളാഹുവെങ്കിൽ അയാൾക്ക് പ്രത്യേകം ലഭിക്കുകയും ചെയ്യും. അങ്ങനെ ആ വ്യക്തിയിൽ അന്തസ്സും അഭിമാനമുള്ള നല്ല ജീവിതം നയിക്കാനുള്ള വഴികളൊക്കെ അള്ളാഹു തുറന്നെടുക്കും എന്നുള്ളതാണ്. ഈ ഇസ്മിൻ്റെ അതത് എന്താണെന്ന് മുമ്പ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഐൻ എന്നുള്ളത് 70 സ ആ അക്ഷരം 7, യാ അത് 10, പിന്നെ വീണ്ടും സ ആണ് വരുന്നത്. സ 7, അപ്പൊ ആകെ 94 വരുന്നത്. ഈ ഇസ്മ വളരെ ആത്മാർത്ഥമായിട്ട് 94, 70, 77, 87 ഇതിൻ്റെ അക്ഷരസംഖ്യ കറക്റ്റ് നോക്കിയിട്ട് അതേപോലെ വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു തരട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്. എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ തന്നെ 5 വഖത്ത് ഫർദ് നിസ്കാരം ജീവിതത്തിൽ ഖളാ ആക്കരുത്.
അതേപോലെ തന്നെ അസ്മാഉൽ ഹുസ്ന എല്ലാ ദിവസവും ചൊല്ലുക, ഹദ്ദാദ് റാത്തീബ് പതിവാക്കുക, റവാത്തീബ് സുന്നത്ത് നിസ്കാരങ്ങൾ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുക. അള്ളാഹു ഖൈറിൻ്റെ വാതിലുകൾ തുറന്നു വരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.